ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൗനരാഗം സീരിയലിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത ഭാഗം എന്താണെന്ന് നോക്കാം. അടുത്തത് കാണിക്കുകയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഷാരി പറയുകയാണ് എലിസബത്തിനോട്, ഒന്നും പറയണ്ടടി, നീ ഇനി കൂടുതലൊന്നും എന്നോട് പറയണ്ട. എന്തായാലും ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. നീ ആ മുടി നാരിഴ എവിടെ കൊണ്ടുപോയി പരിശോധിച്ചാലും ഈ റിസൾട്ട് തന്നെയാണ് നിനക്ക് കിട്ടുള്ളൂ. നിന്റെ കൂട്ടുകാരിയുടെ മകളല്ല അവൾ എന്ന് എലിസബത്ത് പറയുകയാണ് ഷാരിയോട്. ഇനി ആണെന്ന് നീ തെളിയിച്ചാൽ ഞാൻ ജോലി രാജിവെക്കും. നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യും. അതും പറഞ്ഞ് എലിസബത്ത് അവിടെ നിന്നും പോയി. പിന്നെ കാണിക്കുന്നത് രാഹുലിനെയാണ് വീട്ടിലുള്ളത്. ഷാരി വരുന്ന സമയത്ത് രാഹുൽ അവിടെ തന്നെ ഉണ്ട്, വീട്ടിൽ തന്നെ. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതിനു മുമ്പേ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഷോക്ക് തന്നതിന് ശേഷം തലക്കൊരു ചെറിയ പെരുപ്പുണ്ട്, അത്രയേ ഉള്ളൂ. എൻ്റെ പെരുവിരൽ നിന്ന് പെരുപ്പ് കയറിക്കൊണ്ടിരിക്കുക തലമണ്ടയിലേക്ക്, ഷാരി പറയാണ്. അത് പുതിയ സംഭവമൊന്നും അല്ലല്ലോ. എന്നാൽ പുതിയ സംഭവങ്ങൾ പലതും നടക്കുന്നുണ്ട്. നീ എന്തിനാ രൂപയുടെ വീട്ടിൽ പോയി താമസിച്ചത്? നിങ്ങളുടെ ഇടയിൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. തലക്ക് സുഖമില്ലാത്ത ഒരാളുടെ കൂടെ എത്ര കന്നുവെച്ചാൽ ജീവിക്കുക? എൻ്റെ തലക്ക് ഒരു കുഴപ്പമില്ല. ഈ വീട്ടിലെ എല്ലാവരുടെയും സമനില തെറ്റിക്കുന്നത് ഒറ്റ ഒരുത്തനാ. എൻ്റെ മരുമോനെ പറ്റിയാണ് പറയാൻ വരുന്നത് എങ്കിൽ നിർത്തിക്കോ. നിങ്ങളുടെ നീളം വണ്ണമൊന്നും ഞാൻ നോക്കില്ല. കഴുത്തിന് പിടിച്ച് ഞാൻ ഞെക്കും. ഒരു സമയത്ത് ഞാൻ കരുതി എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ഭാഗ്യമാണെന്ന്. ഇന്നെനിക്ക് മനസ്സിലായി നിങ്ങളെ കൊണ്ടൊരു കാശിനും കൊള്ളില്ല എന്ന്. ഈ ലോകത്ത് ഏറ്റവും കഴിവുകെട്ടൊരു ജന്മമാണ് എൻ്റെ ഭർത്താവിൻ്റെ ജന്മം. അത്രയ്ക്ക് സഹിക്കാൻ വയ്യ എങ്കിൽ നമുക്ക് ഈ ബന്ധം അങ്ങ് പിരിയാടി. അയ്യോ, പിരിയാൻ ഞാൻ എപ്പോഴേ റെഡിയാ. അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ മോളുടെയും മരുമകൻ്റെയും കൂടെ ഫ്ലൈറ്റ് കയറി പോവുക. പിന്നെ പിരിയേണ്ട കാര്യമൊന്നുമില്ല. ആജീവനാന്തകാലം പിരിഞ്ഞതുപോലെ തന്നെയാ. പിന്നെ നിങ്ങളെ ഞാൻ വിളിക്കാൻ പോലും പിന്നെ കൂട്ടാക്കില്ല. അവൻ അമേരിക്ക അമേരിക്ക എന്ന് പറയത്തേ ഉള്ളൂ, ഒരിക്കലും നിങ്ങളെ കൊണ്ടുപോകത്തില്ല. അതിൻ്റെ പേരും പറഞ്ഞ് അവൻ്റെ പിന്നാലെ നടന്നാലുണ്ടല്ലോ, അവൻ അമേരിക്കയുടെ ഭൂകമ്പെടുത്ത് നിനക്ക് കാണിച്ചു തരും. എല്ലാവരും നിങ്ങളെപ്പോലെയാണെന്ന് നിങ്ങൾ കരുതരുത്. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവനാണ് ഞാൻ. എപ്പോഴെങ്കിലും ഞാൻ ആർത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കുടുംബത്തോട് ആർത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മോൾക്ക് വേണ്ടി മാത്രമാണ്. എന്നെയാ ഭൂലോക കള്ളനായ ഒരുത്തിന് വേണ്ടി തള്ളിപ്പറയുന്നത്. നിങ്ങളിപ്പോൾ ഭൂലോക കള്ളനെന്ന് പറഞ്ഞത് എൻ്റെ മരുമോനെയുള്ളൂ, ഞങ്ങളുടെ രക്ഷയ്ക്ക്. ഇപ്പോൾ എൻ്റെയും എൻ്റെ മോളുടെയും ഏറ്റവും വലിയ ബാധ്യതയാണ് അവളുടെ അച്ഛനെന്ന് പറയുന്ന നിങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇത്രയും പറഞ്ഞ് ഷാരി അവിടെ നിന്നും പോയി. പിന്നെ കാണിക്കുന്നത് ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുന്ന ഷാരിയെയാണ്. ഷാരിയല്ല, സരയുവിനെയാണ്. ഷാരി അവിടെ എത്തി. എന്നിട്ട് പറയാണ്, അവരെ കൊണ്ട് കളവ് പറയിപ്പിച്ചാണ്. എൻ്റെ മോളോട് സത്യം തുറന്നു പറയണം. രൂപയും സേനനും കിരണും ഒക്കെ ചേർന്ന് എന്നെ കുരങ്ങ് കളിപ്പിക്കുകയാണെന്ന് ഇന്നെൻ്റെ മോള് അറിയണം. അത് കഴിഞ്ഞ് താഴെ ഇരിക്കുന്ന സമനില തെറ്റിയ ആളും ഇത് അറിയണം. അതും മനസ്സിൽ പറഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം സരയുവിൻ്റെ അടുത്ത് പോയിട്ട് വിളിക്കുകയാണ്, മോളെ. അപ്പോഴാണ് ഒരു ഫോൺ കോൾ വന്നത്. അത് മനുവായിരുന്നു. മനു പറയാണ്, മോളോടോ അവളുടെ അച്ഛനോടോ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞതായി ഞാൻ അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു വക്കീൽ നോട്ടീസ് വരും. കേസ് കൊടുക്കാൻ പോകുന്നത് ഞങ്ങളൊന്നുമല്ല, താരേൻ്റെയാണ്. എന്നെ പേടിപ്പിക്കുകയാണോ നീയൊക്കെ? പേടിപ്പിക്കുകയൊന്നുമല്ല. അങ്ങനെ കേസ് കോടതിയുടെ മുമ്പിൽ വന്നാൽ പിന്നെ DNA ടെസ്റ്റ് നടത്താൻ പോകുന്നത് കോടതിയായിരിക്കും. അവിടെ താരാൻ്റിയുടെ മകളാണ് സരയു എന്ന് തെളിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മോള് മാത്രമല്ല, ലോകം മുഴുവനും അറിയും സത്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും വിചാരമില്ലാതെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് മകളുടെ മുമ്പിൽ പോലും തലതാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാക്കണ്ട. അതല്ല, ഞാനും ഫോറൻസിക് ലാബിലെ ഉദ്യോഗസ്ഥനും ചേർന്നിട്ട് നിങ്ങളെ പറ്റിച്ചതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടതെല്ലാം നിങ്ങളുടെ മോളോടും ഭർത്താവിനോടും പറഞ്ഞോളൂ. കിരൺ ഇത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. സരയു ചോദിക്കുകയാണ്, ആരാ അമ്മയെ വിളിച്ചത്? അപ്പോൾ ഷാരി, അത് പിന്നെ. അപ്പോഴേക്കും സരയു ഫോൺ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി. ഇത് അവനാണല്ലോ വിളിച്ചത്, കിരൺ. അവൻ എന്താ പറഞ്ഞത് അമ്മയോട്? അത് പിന്നെ ഞാൻ അവൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ലല്ലോ. അതിന് ഭീഷണി മുഴക്കുക. ഓഹോ, അത് കൊള്ളാലോ. എന്നാ അമ്മ വാ, അവൻ്റെ വീട്ടിൽ ചെന്ന് അവനോട് 2 വർത്താനം പറയണം. വേണ്ട മോളെ, വേണ്ട, വഴക്കിനൊന്നും നിൽക്കണ്ട. അതെന്താ അമ്മ അങ്ങനെ? അവൻ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുമ്പോൾ എന്നേക്കാൾ മുമ്പേ അമ്മ അവിടെ പോകേണ്ടതാണല്ലോ. ഫോണിൽ കൂടിയും ഇപ്പം വായിൽ വന്നതൊക്കെ പറയേണ്ടതാണല്ലോ. ഇവിടെ അമ്മ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
മോളെ, ഞാനെൻ്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുക. നമ്മളെ രൂപ പറ്റിച്ചോ ഇല്ലയോ എന്നൊന്നും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അവിടെ റെക്കോർഡർ വെച്ചിട്ടും ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ അമ്മേ. പറ്റിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാനും കഴിഞ്ഞില്ല. പിന്നെ കാണിക്കുന്നത് കല്യാണിയെയും കിരണിനെയുമാണ്. കല്യാണി ചോദിക്കുകയാണ്, അവര് അവരുടെ മോളോടും ഭർത്താവിനോടും പോയിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ? കിരൺ പറയാണ്, ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് വിശ്വാസം. ഏതായാലും ഞാൻ അവരെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും സരയു താരാൻ്റിയെ അമ്മയായിട്ട് അംഗീകരിക്കില്ല. എങ്കിലും ഇത് കേസാവുകയാണെങ്കിൽ താരാൻ്റിക്ക് അധികാരത്തോടെ അവരുടെ വീട്ടിലേക്ക് കയറിപ്പോകാൻ പറ്റില്ലല്ലോ. അതിലേക്കൊക്കെ കാര്യങ്ങൾ വലിച്ചിഴക്കുന്നത് ഭയങ്കര കുഴപ്പമാണ് കല്യാണി. അവിടെ ബകാസുരൻ മാത്രമല്ല, അയാളുടെ മോൾക്കും എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു ചിന്തയുണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് അവരൊക്കെ മറ്റുള്ളവരുടെ തകർച്ച ആഗ്രഹിക്കുന്നത്. നമുക്കിപ്പോൾ പണമുണ്ട്, സ്വാധീനമുണ്ട്, കിരൺ പറയാണ്. പിന്നെ അച്ഛനെ പോലെയുള്ള ഒരാൾ കൂടെയുള്ളപ്പോൾ നമുക്ക് ഒന്നും പേടിക്കാനും ഇല്ല. എങ്കിലും കഴുത്തറ്റം മുങ്ങിയവരെ മറ്റുള്ളവർ മുക്കാൻ നോക്കിയാൽ അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാവില്ല കല്യാണി. സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ സരയുവിൻ്റെ സ്വഭാവം വെച്ച് ചിലപ്പം അവൾ ആത്മഹത്യ ചെയ്യാൻ വരെ സാധ്യതയുണ്ട്. അങ്ങനെ അവൾ മരിക്കാൻ തീരുമാനിച്ചാൽ അതിനു മുമ്പ് അതിന് കാരണക്കാരായവരെ അവൾ ഇല്ലാതാക്കാൻ നോക്കും. പിന്നെ എൻ്റെ അങ്കിളെന്ന് പറയുന്നവൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ആഗ്രഹിച്ചതൊന്നും കിട്ടാതെ വരുമ്പോൾ അത് നേടിയെടുത്തവർക്ക് എല്ലാം നഷ്ടപ്പെടണമെന്ന ആൾക്കാർ ചിന്തിക്കൂ. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇതൊക്കെ പരിഹരിക്കണം. അതിനാണ് നമ്മളിനി ശ്രമിക്കേണ്ടത്, കിരൺ കല്യാണിയോട് പറയാണ്. പിന്നെ കാണിക്കുന്നത് ഷാരി അവരുടെ ബെഡ്റൂമിലേക്ക് കയറി കട്ടയിലിരിക്കുകയാണ്. അപ്പോൾ ആലോചിക്കുന്നത് എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. ആ മുടി നാരിഴ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയി പരിശോധിച്ചാലും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. നിന്റെ കൂട്ടുകാരിയുടെ മകൾ അല്ല അവൾ. ഇനി ആണെന്ന് തെളിയിച്ചാൽ ഞാൻ ജോലി രാജിവെക്കും. നീ പറയുന്നത് എന്തും ചെയ്യും. അതൊക്കെയാണ് ഷാരി ആലോചിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് കിരണും കല്യാണും മുറ്റത്തുകൂടി നടക്കുകയാണ്. അപ്പോൾ അവിടെ കാറിൽ നമ്മളെ സരയു വന്ന് ഇറങ്ങുകയാണ്. സരയു ചോദിക്കുകയാണ് കിരണിനോടും കല്യാണിയോടും, നീയൊക്കെ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഇതുവരെ അറിയാത്തൊരു സത്യം അറിയാനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ കിരൺ പറയാണ്, ആ സത്യം നിനക്ക് മാത്രമാണ് അറിയാത്തത്. നിന്റെ അച്ഛനും അറിയാം, നിന്റെ അമ്മയ്ക്കും അറിയാം. കിരണേട്ടൻ്റെ അമ്മ ഞങ്ങളോട് എല്ലാവരോടുമായിട്ട് ഒന്നിച്ചു നിന്ന്. അപ്പോൾ സരയു പറയാണ്, അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. അറിയാമെങ്കിലും ഞങ്ങൾ ഒന്നിച്ചൊരു നാടകമല്ല. എല്ലാ അർത്ഥത്തിനും നമ്മൾ ഒരുമിച്ചു എന്ന് നിന്റെ അമ്മ നിന്നെ ധരിപ്പിച്ചു. പ്രത്യേകിച്ചും എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടാണെന്ന് പറഞ്ഞു. എന്താ, അത് സത്യമല്ലേ? അപ്പോൾ കല്യാണി, അത് സത്യമാണെങ്കിൽ ഇനി ഞങ്ങൾ പറയുന്നതും സത്യമാണ്. നിന്നെ തേടി ഒരു സ്ത്രീ നിന്റെ വീട്ടിലേക്ക് വരാറില്ലേ താരാൻ്റി? അവരെന്താണ് പറയാറുള്ളത്? നീ അവരുടെ മകളാണെന്ന്. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരുത്തി വന്ന് അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവരുടെ മകളാകുമോ? നിന്റെ ഏൻ്റി നൊന്ത് പ്രസവിച്ചതാണ് എന്നെ കിരണിനോട് പറയുകയാണ് സരയു. ഒരിക്കലുമല്ല, താരാൻ്റിയാ നിന്നെ നൊന്ത് പ്രസവിച്ചത്. എടാ, അനാവശ്യം പറഞ്ഞാൽ കൊല്ലും ഞാൻ നിന്നെ എന്ന് പറഞ്ഞ് കിരണിൻ്റെ കഴുത്തിൽ പിടിക്കുകയാണ് സരയു. കല്യാണി ഇടപെട്ടിട്ട് പറയാണ്, വിട അങ്ങോട്ട്. അനാവശ്യം പറഞ്ഞത് കിരണേട്ടനല്ല. അനാവശ്യം പറഞ്ഞതും ചെയ്തതും ഒക്കെ നിന്റെ അച്ഛനാ. ബകാസുരൻ എന്ന് വിളിക്കുന്ന അയാളാ നിന്റെ അച്ഛൻ. പക്ഷേ അമ്മ താരയാണ്. തല്ലണോ? തല്ലണമെങ്കിൽ തല്ലടി. നീയൊക്കെ എത്ര പറഞ്ഞാലും എൻ്റെ അമ്മയെ ഞാൻ മാറ്റി പ്രതിഷ്ഠിക്കാൻ പോകുന്നില്ല. നീ ചെന്ന് നിന്റെ അമ്മയോട് ചോദിക്ക്, നിന്നെ പ്രസവിച്ചത് അവരാണെന്നു. നിന്റെ അമ്മ ചിലപ്പോൾ പറഞ്ഞേക്കും നിന്നെ പ്രസവിച്ചത് അവരാന്ന്. എന്നാൽ അത് തെളിയിക്കാൻ ഞങ്ങൾക്ക് പല മാർഗങ്ങളുമുണ്ട്. അതിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് എന്ന് കിരൺ പറഞ്ഞു. കോടതിയിൽ ആള് കൂടുമ്പോൾ ആ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് നീ അറിയും നിന്റെ അച്ഛൻ രാഹുലാണെന്ന്. എന്നാൽ അമ്മ ഷാരിയല്ല, താരാൻ്റിയാണ് എന്ന് കോടതി ജഡ്ജി വിധി എഴുതും. അങ്ങനെ ഒരു വിധി വന്നാൽ നിൻ്റെയൊക്കെ മുമ്പിൽ ഞാൻ പൊട്ടിത്തെറിക്കുമെടാ. എൻ്റെ ജീവൻ ഞാൻ തന്നെ എടുക്കും. സരയു പറയാണ്, ആദ്യം നീ പോയിട്ട് നിന്റെ അമ്മയോട് കാര്യം തിരക്ക്. അവരത് കള്ളമാണെന്ന് പറഞ്ഞാൽ നീ പൊട്ടിത്തെറിച്ചാലും കരഞ്ഞാലും പിന്നെ നിന്റെ കാര്യം കോടതി തന്നെ നോക്കും. അവിടെ നിന്റെ അമ്മ താരാൻ്റിയാണെന്ന് പറഞ്ഞാൽ അവിടെ നീ മരിക്കല്ലടി വേണ്ടത്. ഇത്രയും നാൾ മകളെ ഒന്ന് താലോലിക്കാനാവാതെ, ഒന്ന് കാണാൻ പോലും പറ്റാതെ ആ പാവപ്പെട്ട ആൻറ്റിയെ അമ്മയെന്ന് വിളിക്കാണ് വേണ്ടത്. സരയു പറയാണ്, ഒന്ന് പോടി. നിന്നെ ഒരുത്തി പ്രസവിച്ചില്ലേ, അവരും നിന്റെ അമ്മയായിരിക്കില്ല. എന്നാൽ എൻ്റെ അമ്മ മാറത്തില്ലടി, ഒരിക്കലും മാറില്ല. അതും പറഞ്ഞ് സരയു അവിടെ നിന്നും പോയി.
അവൾ നേരെ പോയത് അമ്മയുടെ അടുത്തേക്കാണ്. അമ്മ കട്ടിലിൽ ഇരിക്കുകയാണ്. സരയു പോയി വിളിക്കുകയാണ്, അമ്മേ. എന്താ മോളെ, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? എന്ത്? കിരണും കല്യാണിയും എന്നെ കണ്ടിരുന്നു, എന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ മോളെ, അവനും അവളും അതേപോലെ ചന്ദ്രസേനനും സോണിയും രൂപയുമായിട്ട് വലിയ അടുപ്പത്തിലാണ്. രൂപയ്ക്ക് അവരോടുള്ള സ്നേഹം അഭിനയമല്ല, അത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. അത് പറയൂ എന്ന് പറഞ്ഞതിന് അവർ തിരിച്ചടിച്ചതാ മോളെ. എനിക്കതൊന്നും അറിയണ്ട. അമ്മയുടെ മോളല്ലേ ഞാൻ താര എന്ന് പറയുന്ന താഴ്ന്ന സ്ത്രീയുടെ മകളാണോ? എന്താ അമ്മ ഒന്നും പറയാത്തത്? സരയു കരയാണ്. അതേ മോളെ, നീ എൻ്റെ മോള് തന്നെയാണ്. അത് തെളിയിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്, സരയു പറയാണ്. നാളെ അതിനു വേണ്ടി ഞാൻ ശ്രമിക്കാൻ പോവുക. അതിനു മുമ്പ് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അമ്മ എന്നോട് പറയണം. ആര്യയെ പിടിച്ച് കുലുക്കുകയാണത്. അമ്മേ പറയമ്മേ, ഞാൻ അമ്മയുടെ മോളല്ലേ? അമ്മേ പറയമ്മേ, അമ്മേ പറയ്. എൻ്റെ അമ്മ അവളാണോ? ഏത് നേരം ഇവിടെ കയറി വന്ന് എന്നെ മോളെ എന്ന് വിളിക്കുന്ന അവരാണോ എൻ്റെ അമ്മ? എന്നെ നിങ്ങൾ ദത്തെടുത്തതാണോ? ദത്തെടുത്തതൊന്നും അല്ല മോളെ. പക്ഷേ നിന്റെ അച്ഛൻ എന്തോ ഒരു ചതി ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് കേൾക്കണ്ട. പറയമ്മേ. അമ്മയുടെ മോളാണെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. പറയമ്മേ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പൊട്ടിക്കരയാണ്. ശാരി നന്നായിട്ട് കരയുന്നുണ്ട്. ഒടുവിൽ അവളുടെ മുന്നിൽ കൈകൂപ്പി. അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ ചുമരിൽ തല തല്ലുകയാണ്. മോളെ വിടുമോളെ, മോളെ നീ എന്തായി കാണിക്കുന്നത്? ഇത് മുഴുവൻ അവർ ബെഡിൽ ഇരുന്ന സമയത്ത് ആലോചിച്ചാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശാരി അതൊക്കെ ആലോചിച്ച് ഇരുന്നതിന് ശേഷം വരുന്നത് നമ്മളെ മനോഹറിൻ്റെ അടുത്തേക്കാണ്. മനോഹർ പറയാണ്, നീ ഇപ്പം ഏത് നേരവും എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണല്ലോ. സ്ത്രീകളെ തുറിച്ച് നോക്കിയാലാണ് കുഴപ്പം, ആണുങ്ങളെ തുറിച്ച് നോക്കിയാൽ ഒരു കുഴപ്പവും ഇല്ല. ഇന്നലെ എന്താ നീ മുറി മാറിക്കിടന്നത്? ഇനി മുറി മാറിക്കിടക്കണോ നിങ്ങളുടെ മുറിയിൽ കിടക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ ആവുന്നതേയുള്ളൂ. നിനക്ക് എന്താ പറ്റിയത്? ശരിക്കും നിനക്ക് വട്ടായോ? മനോഹർ ചോദിക്കുകയാണ്. വട്ടനായ ഒരാളെ കെട്ടിയത് മൂലം എനിക്കും വട്ടായി. അതിനി മുഴുത്ത വട്ടാകുമോ എന്നും പറയാൻ പറ്റില്ല. എന്തായാലും എല്ലാത്തിനും ഒരു തീർപ്പ് കൽപ്പിക്കേണ്ട സമയമായി. മനോഹർ പറയുകയാണ്, മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിന് ഒരു താളം തെറ്റൽ ഉണ്ട്. അതിന് കാരണം 2 വ്യക്തികളാണ്. ഒന്ന് അയലത്ത് താമസിക്കുന്ന കല്യാണി, മറ്റൊന്ന് നമ്മുടെ മരുമകനായിട്ട് വന്നവൻ. അയലത്ത് താമസിക്കുന്നവളെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാ. പക്ഷേ എൻ്റെ മനുമോൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാനും എൻ്റെ മോളും ജീവിക്കുന്നത്. അവനിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ പറഞ്ഞ മരുമകൻ നമ്മുടെ വീട്ടുചെലവ് എന്തെങ്കിലും നോക്കുന്നുണ്ടോ? മോളുടെ കാര്യം വല്ലതും നോക്കുന്നുണ്ടോ? ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വീട്ടുചെലവ് ചോദിക്കുന്നത് നാണക്കേടാ. അവൻ കോടികൾ കൊഴിയുന്നവനാ. അവനുടെ വീട്ടുചെലവിന് നക്കാപ്പിച്ചില്ലെന്ന് പറഞ്ഞാൽ അവൻ നാളെ തന്നെ ഫ്ലൈറ്റ് കയറിപ്പോകും. മിക്കവാറും അവൻ അങ്ങനെയൊക്കെ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെ അവൻ പോകുമ്പോൾ കൂടെ ഞാനും എൻ്റെ മോളും കാണും. നിങ്ങൾ മാത്രമേ ഇവിടെ കുത്തിയിരിക്കത്തുള്ളൂ. മനോഹർ പറയാണ്, നിൻ്റെയൊക്കെ തലയിൽ നെല്ലിക്കാത്തളം വെക്കേണ്ട സമയം കഴിഞ്ഞു ശാലി. ശാരി പറയാണ്, അതെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മനസ്സ് വിഷമിച്ചാ ഞാനിപ്പോൾ പുറത്തേക്ക് പോകുന്നത്. ഇനി തിരിച്ചു വരുന്ന എൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. നീ ആരെ കാണാനാ പോകുന്നത്? രൂപയുടെ വീട്ടിലേക്കാണോ? എങ്ങോട്ടെങ്കിലും പോവാ. അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ജീവിതത്തിൽ ഇതുപോലുള്ള ഭർത്താക്കന്മാരെ ആർക്കും കിട്ടരുത്. ഒരു സമയത്ത് നിന്റെ വലിയ ഭാഗ്യമായിരുന്നല്ലോ ഞാൻ. ഇത് ഭാഗ്യമല്ല, ഭാരമാ. എടുത്താൽ പൊങ്ങാത്ത ഭാരം ഉണ്ടല്ലോ, 10-300 കിലോ. അതും പറഞ്ഞ് ശാരി പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും see you all.